नरेंद्र दामोदर दास मोदी ईश्वर की शपथ लेता हूं कि मैं विधि द्वारा स्थापित भारत के संविधान के प्रति सच्ची श्रद्धा और निष्ठा रखूंगा। മൂന്നാം നരേന്ദ്രമോദി സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. കേരളത്തിൽ നിന്ന് സുരേഷ് ഗോപിയും ജോർജ് കുര്യനും കേന്ദ്ര സഹമന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്തു. സുരേഷ് ഗോപിയുടെ സത്യപ്രതിജ്ഞ ചടങ്ങ് ആഘോഷമാക്കി ജില്ലയിലെ ബിജെപി പ്രവർത്തകർ. I, Suresh Gopi, do swear in the name of God that I will bear true faith and allegiance to the Constitution of India as by law established. തൃശൂർ ശക്തൻ നഗറിലെ ശക്തൻ തമ്പുരാന്റെ പ്രതിമ KSRTC ബസ് ഇടിച്ച് തകർന്നു. അപകടത്തിൽ 3 പേർക്ക് പരിക്ക്. അപകടത്തിൽ തകർന്ന ശക്തൻ തമ്പുരാന്റെ പ്രതിമ എത്രയും വേഗം പുനഃസ്ഥാപിക്കുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. തൃശൂർ DCC ഓഫീസിലെ കൂട്ടത്തല്ലിൽ നടപടി. DCC പ്രസിഡന്റ് ജോസ് വള്ളൂരിനോടും UDF ജില്ലാ ചെയർമാൻ MP വിൻസെന്റിനോടും രാജിവെക്കാൻ നിർദ്ദേശം. പാലക്കാട് MP VK ശ്രീകണ്ഠന് DCC പ്രസിഡന്റിന്റെ താൽക്കാലിക ചുമതല. തൃശൂർ ശക്തൻ നഗറിലെ കോർപ്പറേഷന്റെ ജൈവ വള നിർമ്മാണ യൂണിറ്റ് വ്യാപാരികൾക്കും യാത്രക്കാർക്കും ദുരിതമായി. ഈച്ചശല്യവും ദുർഗന്ധവും രൂക്ഷം. സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം ഇന്ന് അർദ്ധരാത്രി മുതൽ നിലവിൽ വരും. 52 ദിവസം നീണ്ടുനിൽക്കുന്ന ട്രോളിംഗ് നിരോധനം ജൂലൈ 31-ാം തീയതി അവസാനിക്കും. ജില്ലയിൽ വ്യത്യസ്ത വാഹനാപകടങ്ങളിൽ 3 മരണം. ചാടൂർ തെക്കേയാറിന് സമീപം നിയന്ത്രണം വിട്ട കാർ തട്ടുകടയിലേക്ക് ഇടിച്ചു കയറി ഒരാൾ മരിച്ചു. കൊലപ്പാട് കോതകുളത്ത് കാറും ബൈക്കും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രക്കാരനായ യുവാവും, ചൊവ്വന്നൂർ പാടത്തിന് സമീപം ബസ്സും സ്കൂട്ടറും കൂട്ടിയിടിച്ച് സ്കൂട്ടർ യാത്രക്കാരനായ യുവാവും മരിച്ചു. നമസ്കാരം. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. 3-ാം തവണയും പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് നരേന്ദ്രമോദി. മന്ത്രിസഭയിലെ 2ാമനായി രാജ്നാഥ് സിംഗും 3ാമനായി അമിത്ഷായും സത്യപ്രതിജ്ഞ ചെയ്തു. BJP ദേശീയ അധ്യക്ഷനായ JP നദ്ദയും നിതിൻ ഗഡ്കരി എന്നിവരും മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്തു. രാഷ്ട്രപതി ഭവനിലെ ചടങ്ങിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു സത്യവാചകം ചൊല്ലിക്കൊടുത്തു. കേരളത്തിൽ നിന്ന് തൃശൂർ MP സുരേഷ് ഗോപിയും BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി ജോർജ് കുര്യനും 3ാം മോദി സർക്കാരിൽ കേന്ദ്ര സഹമന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്തു. ഇംഗ്ലീഷിൽ ദൈവനാമത്തിലാണ് സുരേഷ് ഗോപി സത്യപ്രതിജ്ഞ ചൊല്ലിയത്. ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ മുൻ വൈസ് ചെയർമാൻ കൂടിയായിരുന്ന ജോർജ് കുര്യൻ കോട്ടയം സ്വദേശിയാണ്. 72 മന്ത്രിമാരാണ് മോദി മന്ത്രിസഭയിലുള്ളത്. രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക രംഗത്തെ പ്രമുഖർ ഉൾപ്പെടെ 8000-ഓളം ക്ഷണിതാക്കളാണ് ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയത്. 7 രാഷ്ട്രത്തലവന്മാരും സത്യപ്രതിജ്ഞ ചടങ്ങിൽ പങ്കെടുത്തു. സുരേഷ് ഗോപിയുടെ സത്യപ്രതിജ്ഞ ചടങ്ങിൽ പങ്കെടുക്കാൻ ജില്ലയിൽ നിന്നുള്ള BJP നേതാക്കളും ഡൽഹിയിലെത്തിയിരുന്നു. BJP ജില്ലാ പ്രസിഡന്റ് KK അനീഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഡൽഹിയിലെത്തിയത്. ईश्वर की शपथ लेता हूं कि मैं विधि द्वारा स्थापित भारत के संविधान के प्रति सच्ची श्रद्धा और निष्ठा रखूंगा। मैं भारत की प्रभुता और अखंडता अक्षुण्ण रखूंगा। मैं संघ के प्रधानमंत्री के रूप में अपने कर्तव्यों का श्रद्धापूर्वक और शुद्ध अंतःकरण से निर्वहन करूंगा तथा मैं भय या पक्षपात, अनुराग या द्वेष के बिना सभी प्रकार के लोगों के प्रति संविधान और विधि के अनुसार न्याय करूंगा। I, Suresh Gopi, do swear in the name of God that I will bear true faith and allegiance to the Constitution of India as by law established, that I will uphold the sovereignty and integrity of India, that I will faithfully and conscientiously discharge my duties as a Minister of State for the Union, and that I will do right to all manner of people in accordance with the Constitution and the law, without fear or favor, affection or ill will. Congratulations.
മൂന്നാം നരേന്ദ്രമോദി സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുമ്പോൾ ആ സന്തോഷത്തിൽ ആറാടുകയാണ് തൃശൂരിലെ BJP പ്രവർത്തകർ. ചരിത്ര വിജയവുമായി കേന്ദ്രമന്ത്രിസഭയിൽ സുരേഷ് ഗോപി സ്ഥാനം നേടുക കൂടി ചെയ്തതോടെ അത്യാഹ്ലാദത്തിലാണ് പ്രവർത്തകർ. ക്യാമറാമാൻ സിബി പോട്ടൂരിനോടൊപ്പം അഭിജിത്ത് തലച്ചിറ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിലേക്ക് സത്യപ്രതിജ്ഞ ചെയ്ത് കയറുമ്പോൾ തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലും ആഘോഷപരമായ പ്രകടനങ്ങളാണ് നടക്കുന്നത്. BJPയുടെ നേതൃത്വത്തിൽ വലിയ ആഹ്ലാദ പ്രകടനമാണ് തൃശൂർ നഗരത്തിൽ നടക്കുന്നത്. മൂന്നാം ഊഴത്തിന് മോദി സർക്കാർ എത്തുമ്പോൾ അതിന് പൂർണ്ണ പിന്തുണ നൽകി സംസ്ഥാനത്ത് നിന്നും സുരേഷ് ഗോപിയും ഈ മന്ത്രിസഭയിലേക്ക് എത്തുമ്പോൾ വലിയ രീതിയിലുള്ള ആഹ്ലാദ പ്രകടനമാണ് നടക്കുന്നത്. തൃശൂർ പൂങ്കുന്നത്ത് സ്ത്രീകളുടെയും കുട്ടികളുടെയും നേതൃത്വത്തിൽ വലിയ ആഘോഷം നടക്കുകയാണ്. ഏത് തരത്തിലാണ് മൂന്നാം മോദി സർക്കാരിനെ ജനം പിന്തുണ നൽകുന്നതെന്ന് ഇപ്പോൾ തൃശ്ശൂരിൽ നിന്നും ഈ ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാണ്. എങ്ങനെ കാണുന്നു? തൃശ്ശൂർക്കാർ ഞങ്ങൾ തകർത്തോണ്ടിരിക്കുക. ഇത് നാരി ശക്തി അതാണ് കണ്ടോണ്ടിരിക്കുന്നത്. സ്ത്രീകളാണ് നമ്മുടെ മുന്നിൽ നിന്ന് നയിക്കുന്നത്. മോദി സർക്കാരിൽ ഈ കേന്ദ്രമന്ത്രിയായി സുരേഷ് ഗോപി എത്തുന്നു. ഗ്യാരണ്ടി പാലിച്ചു. എത്രത്തോളം സന്തോഷമുണ്ട്? ഭയങ്കര സന്തോഷമല്ല, തൃശ്ശൂർക്കാരല്ല സന്തോഷം. ഗ്യാരണ്ടി 100% പാലിക്കും, ഒരു സംശയം വേണ്ട. നമുക്ക് വർക്ക് ചെയ്ത് കിട്ടേണ്ട ഏറ്റവും കൂടുതൽ ഒരു സന്തോഷമാണ് 2 മടങ്ങ്. സ്ത്രീകളുടെ നേതൃത്വത്തിൽ ഇവിടെ നൃത്ത ചുവടുകൾ വെച്ചുകൊണ്ടാണ് മുന്നേറുന്നത്. സുരേഷ് ഗോപി മന്ത്രിയായതിൽ സന്തോഷമുണ്ടോ? വളരെ വളരെ സന്തോഷമുണ്ട്. ഞങ്ങൾ തൃശ്ശൂരിന് ഒരു കേന്ദ്രമന്ത്രിയാണ് നമുക്ക് കിട്ടിയെങ്കിൽ ഇതിലും വലിയൊരു സന്തോഷം ഞങ്ങൾക്ക് ഇല്ല. അത് ഞങ്ങൾ തിമർത്താറാടുകയാണ്. നാരീശക്തിയാണോ ഈ കാണുന്നത്? നാരീശക്തിയാണ്. സുരേഷ് ഗോപിക്ക് ഏറ്റവും കൂടുതൽ വോട്ട് ചെയ്തിട്ടുള്ളത് സ്ത്രീകളുടെ വോട്ടാണ് കിട്ടിയിട്ടുള്ളത്. ഞങ്ങൾക്ക് ഒരു ജ്യേഷ്ഠനാണ്, ഒരു സഹോദരനും എല്ലാം കൂടിയാണ്. ഞങ്ങൾക്ക് എന്താ പറയുക, വാക്കുകളില്ല. അത്രയധികം ഞങ്ങൾ സന്തോഷിക്കുകയാണ്. 101% സന്തോഷമാണ് ഞങ്ങൾക്കുള്ളത്. ഇതിലും വലിയ തൃശ്ശൂരിലെ ജനങ്ങൾ കണ്ടറിഞ്ഞു, ഇപ്പോൾ മനസ്സിലാക്കിയത്. ഇപ്പോഴാണ് തൃശ്ശൂരിലെ ജനങ്ങൾക്ക് മനസ്സിലായത്. ഇനി ഇവിടെ നിന്ന് നമുക്ക് കണ്ടറിയാം. സുരേഷ് ഗോപി തൃശ്ശൂർ എടുത്തു, ഞങ്ങളങ്ങനെ എടുത്തു നെഞ്ചിലേറ്റി. പടക്കങ്ങൾ പൊട്ടിച്ചും വാദ്യമേളങ്ങളുടെ അകമ്പടിയിലും വലിയ രീതിയിലുള്ള പ്രകടനം തൃശ്ശൂർ നഗരത്തിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് BJP പ്രവർത്തകർ. വെള്ളിത്തിരയിൽ നിന്ന് സ്റ്റാറായി തന്നെ സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിസഭയിലേക്ക്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ നിന്ന് വിജയിച്ച സുരേഷ് ഗോപി ഇനി ഡൽഹി വാഴുന്നവരാകും. സിനിമാ ക്ലൈമാക്സ് പോലെയാണ് സുരേഷ് ഗോപിയുടെ മന്ത്രിപദത്തിലേക്കുള്ള വരവ്. സത്യപ്രതിജ്ഞാ ചടങ്ങിന്റെ അവസാന മണിക്കൂർ മുൻപ് വരെ അനിശ്ചിതത്വം തുടർന്നു. ഞായറാഴ്ച രാവിലെ വരെ തിരുവനന്തപുരത്തെ വീട്ടിൽ തുടർന്ന സുരേഷ് ഗോപിയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ട് വിളിച്ചതോടെ ഉച്ചയ്ക്ക് കുടുംബാംഗങ്ങളോടൊപ്പം ഡൽഹിയിലേക്ക് പുറപ്പെട്ടു. 1 പിഴച്ചാൽ 3 എന്നൊരു ചൊല്ലുണ്ട്. ഇതൊരിക്കൽ കൂടി അടിവരയിട്ട് ഉറപ്പിച്ചാണ് സുരേഷ് ഗോപി തന്റെ 3ാം അംഗത്തിൽ വിജയമുറപ്പിച്ച് കേന്ദ്രമന്ത്രി സ്ഥാനത്തെത്തുന്നത്. സമാനതകളില്ലാത്ത എല്ലാ പ്രതിസന്ധികളെയും അതിജീവിച്ചാണ് സുരേഷ് ഗോപി തൃശ്ശൂരിൽ നിന്നും വിജയക്കൊടി പാറിച്ച് ഡൽഹി വാഴുന്നവരായത്. സിനിമയിൽ കത്തിജ്വലിച്ചു നിന്ന സമയത്താണ് 2016 സുരേഷ് ഗോപി രാഷ്ട്രീയ രംഗത്തേക്ക് ചുവടുവെച്ചത്. 3 തവണയും മത്സരരംഗത്തിറങ്ങിയപ്പോഴും അതിജീവിച്ചത് ശക്തമായ മത്സരത്തെയും പ്രതിസന്ധികളെയുമായിരുന്നു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂരിൽ സ്ഥാനാർത്ഥിയായിരിക്കെ സുരേഷ് ഗോപി നടത്തിയ തൃശ്ശൂർ എനിക്ക് വേണം, നിങ്ങളെനിക്ക് തൃശ്ശൂർ തരണം, തൃശ്ശൂർ ഞാനിങ്ങെടുക്കുക എന്ന പ്രയോഗം വൻ ട്രോളുകൾക്ക് വഴിവെച്ചിരുന്നു. ചരിത്രം വഴിമാറും ചിലർ വരുമ്പോൾ എന്ന പോലെ ആധികാരിക ജയത്തോടെ സുരേഷ് ഗോപി പാർലമെന്റിലെത്തുമ്പോൾ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം തൃശ്ശൂരിലും പരിസരങ്ങളിലും സ്ഥാപിച്ചിട്ടുള്ള നിരവധി പരസ്യ ബോർഡുകളിൽ നിറഞ്ഞുനിന്ന അടിക്കുറിപ്പുകളാണ് യാഥാർത്ഥ്യമാകുന്നത്. തൃശ്ശൂരിനൊരു കേന്ദ്രമന്ത്രി എന്നത് മോദിയുടെ ഗ്യാരണ്ടിയായിരുന്നു. സുരേഷ് ഗോപിയുടെ മന്ത്രിപദത്തിലൂടെ BJP തൃശ്ശൂരിലെ ജനതയ്ക്ക് നൽകിയ ഉറപ്പും ഇപ്പോൾ പാലിച്ചിരിക്കുകയാണ്. TCV തൃശ്ശൂർ.
തൃശൂർ ശക്തൻ നഗറിലെ ശക്തൻ തമ്പുരാന്റെ പ്രതിമ KSRTC ബസ്സിടിച്ച് തകർന്നു. അപകടത്തിൽ 3 പേർക്ക് പരിക്കേറ്റു. ഞായറാഴ്ച പുലർച്ചെ 3 മണിയോടെയായിരുന്നു അപകടം. തിരുവനന്തപുരത്ത് നിന്ന് കോഴിക്കോട്ടേക്ക് പോവുകയായിരുന്ന KSRTC ലോ ഫ്ലോർ ബസ്സാണ് പ്രതിമ ഇടിച്ചു തകർത്തത്. ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകടത്തിനിടയാക്കിയതെന്നാണ് പ്രാഥമിക നിഗമനം. 2020-ലാണ് ശക്തൻ സ്റ്റാൻഡിൽ ശക്തൻ തമ്പുരാന്റെ പ്രതിമ സ്ഥാപിച്ചത്. അപകടം നടന്ന സ്ഥലം കോർപ്പറേഷൻ മേയർ MK വർഗീസ്, റവന്യൂ മന്ത്രി K രാജൻ, P ബാലചന്ദ്രൻ MLA തുടങ്ങിയവർ സന്ദർശിച്ചു. അപകടത്തിൽ തകർന്ന ശക്തൻ തമ്പുരാന്റെ പ്രതിമ എത്രയും വേഗം പുനഃസ്ഥാപിക്കുമെന്ന് റവന്യൂ മന്ത്രി K രാജൻ പറഞ്ഞു. ഗതാഗത വകുപ്പ് മന്ത്രിയുമായി ഇത് സംബന്ധിച്ച് ചർച്ച നടത്തിയതായി മന്ത്രി അറിയിച്ചു. തുടങ്ങിയ സാധനങ്ങളുണ്ടോ എന്നറിയില്ല. അത് നോക്കേണ്ടതാണില്ലെങ്കിൽ അത് വെക്കാൻ കോർപ്പറേഷൻ ആവശ്യമായിട്ട് നടപടി എടുക്കണം. അത് അത്തരം സാധനങ്ങൾ സ്ഥാപിച്ച് മേലിൽ ഇത്തരം സംഭവങ്ങൾ ഏതെങ്കിലും വിധത്തിൽ അപകടങ്ങൾ ഉണ്ടാകാത്ത വിധത്തിൽ പ്രത്യേകമായി ശ്രദ്ധയുണ്ടാക്കണം. ഡ്രൈവറുടെ ഭാഗത്ത് നിന്നുള്ള ഒന്നുകിൽ ഉറക്കമോ അല്ലെങ്കിൽ ഒരു കൈ മിസ്റ്റേക്കോ പറ്റിയതിൻ്റെ പേരിൽ കയറിയതായിരിക്കും. അങ്ങനെ ഉണ്ടായ സാഹചര്യത്തിൽ പുതുക്കി പണിയാം എന്ന് KB ഗണേഷ് കുമാർ അക്കാര്യത്തിൽ നേരിട്ട് സംസാരിച്ച് ഞങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഉറപ്പ് നൽകിയിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം, തൃശ്ശൂരിൻ്റെ അഭിമാനമായിട്ടുള്ള ശക്തൻ തമ്പുരാൻ്റെ പ്രതിമ പുനഃസ്ഥാപിക്കണം എന്നുള്ളതാണ്. അത് ഏറ്റവും പെട്ടെന്ന് ഏറ്റവും നല്ല രീതിയിൽ നേരത്തെ ഉണ്ടാക്കിയതുപോലെയോ അതിനേക്കാൾ നന്നാക്കിയോ പുനഃസ്ഥാപിക്കേണ്ട പ്രശ്നമുണ്ട്. സ്വാഭാവികമായിട്ടും വന്നു കയറിയത് കണക്ക് കണ്ട് KSRTCയുടെ ഭാഗത്ത് തന്നെ ഒരു അപകടം ഉണ്ടായിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിയിരുന്ന ഘട്ടത്തിൽ KSRTC തന്നെ, ട്രാൻസ്പോർട്ട് വകുപ്പ് തന്നെ ആ പ്രതിമ പുനഃസ്ഥാപിക്കാൻ ആവശ്യമായിട്ടുള്ള നടപടികൾ എടുക്കും. അതിനാവശ്യമായിട്ടുള്ള സാമ്പത്തിക ക്രമീകരണങ്ങൾ ഉൾപ്പെടെ അവർ ചെയ്യാം എന്ന് ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രി ഫോണിലൂടെ ഞങ്ങൾ സംസാരിച്ചതിനെ തുടർന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട്. ചന്ദ്രാപിന്നിയിൽ ഓടിക്കൊണ്ടിരുന്ന KSRTC ബസിന്റെ മുൻവശത്തെ ചില്ല് തകർന്നു വീണു. ആർക്കും പരിക്കില്ല. ചന്ദ്രാപിന്നി GLP സ്കൂളിന് സമീപത്ത് വെച്ചാണ് ചില്ല് തകർന്നു വീണത്. ബസ്സിൽ നിരവധി യാത്രക്കാരുണ്ടായെങ്കിലും പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. ഗുരുവായൂരിൽ നിന്നും പറവൂരിലേക്ക് പോയിരുന്ന ബസിന്റെ ചില്ലാണ് തകർന്നത്. തൃശൂർ DCC ഓഫീസിലെ കൂട്ടത്തല്ലിൽ നടപടി. DCC പ്രസിഡന്റ് ജോസ് വള്ളൂരിനോടും UDF ജില്ലാ ചെയർമാൻ MP വിൻസെന്റിനോടും രാജിവെക്കാൻ നിർദ്ദേശം നൽകി. AICCയുടെ തീരുമാനം KPCCയുടെ ഇരു നേതാക്കളെയും അറിയിച്ചു. പാലക്കാട് MP VK ശ്രീകണ്ഠന് DCC പ്രസിഡന്റിന്റെ താൽക്കാലിക ചുമതല നൽകി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ K മുരളീധരൻ തൃശൂരിൽ 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടതും ചാലക്കുടി ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന ജില്ലയിലെ നിയമസഭാ മണ്ഡലങ്ങളിൽ കോൺഗ്രസ് പിന്നോട്ടു പോയതും DCC ഓഫീസിലെ സംഘർഷവുമാണ് ഇരു നേതാക്കളുമായി രാജിവെക്കാൻ AICC ആവശ്യപ്പെട്ടത്. തൃശൂർ, ആലത്തൂർ മണ്ഡലങ്ങളിലെ തോൽവിയെക്കുറിച്ച് അന്വേഷിക്കാൻ AICCയുടെ നിർദ്ദേശപ്രകാരം KPCC 4-അംഗ സമിതിയെ രൂപീകരിക്കും. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയെ പിരിച്ചുവിട്ടേക്കുമെന്നും സൂചനയുണ്ട്. തൃശൂർ ശക്തൻ നഗറിലെ കോർപ്പറേഷന്റെ ജൈവവള നിർമ്മാണ യൂണിറ്റ് ശക്തൻ സ്റ്റാൻഡിലെ വ്യാപാരികൾക്കും യാത്രക്കാർക്കും ദുരിതമായി മാറുന്നു. ഈച്ചശല്യവും ദുർഗന്ധവും മൂലം പൊറുതിമുട്ടി ജനങ്ങൾ. തൃശൂർ ശക്തൻ സ്റ്റാൻഡിന് സമീപത്തെ കോർപ്പറേഷന്റെ മാലിന്യ നിർമ്മാർജ്ജനത്തിനായി പ്രവർത്തിക്കുന്ന ജൈവവള നിർമ്മാണ യൂണിറ്റാണ് സന്ദർശകർക്ക് ദുരിതമായി മാറുന്നത്. മഴ തുടങ്ങിയതോടെ പ്ലാന്റിൽ നിന്നുള്ള ദുർഗന്ധവും ഈച്ചശല്യവും രൂക്ഷമായി. ബസ് സ്റ്റാൻഡ് കോംപ്ലക്സിൽ പ്രവർത്തിക്കുന്ന 50ഓളം കടകളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഈച്ചശല്യം കൊണ്ടും രൂക്ഷമായ ദുർഗന്ധം കൊണ്ടും പൊറുതിമുട്ടിയിരിക്കുകയാണ്. പ്ലാന്റിലെ മാലിന്യം JCB ഉപയോഗിച്ച് ഇളക്കുമ്പോഴാണ് അതിരൂക്ഷമായ ദുർഗന്ധം വമിക്കുന്നതെന്നും ആഴ്ചകളായി ഈച്ചയും രൂക്ഷമാണെന്നും വ്യാപാരികൾ പരാതിപ്പെടുന്നു. ഈച്ച ശല്യത്തിന് പ്രധാന കാരണം കോർപ്പറേഷൻ വേസ്റ്റ് ഡംപ് ചെയ്യുന്നത് ഇതിൻ്റെ പരിസരത്താണ്. അവിടെ ഈ മഴക്കാലമായപ്പോൾ അത് വളരെ വൃത്തിഹീനമാവുകയും ധാരാളം ഈച്ചകളും മാത്രമല്ല വളരെ ദുർഗന്ധം വമിക്കുന്ന ഒരു അന്തരീക്ഷമാണ്. ഇവിടെ കടക്കാർക്കൊക്കെ ആ സ്മെല്ല് സഹിക്കാൻ പറ്റാത്ത ഒരു രീതിയിലേക്ക് അത്രയും ദുർഗന്ധമാണ് ഇവിടുന്ന് വരുന്നത്. 300ഓളം ബസ്സും യാത്രക്കാരും വന്നു പോകുന്ന ഒരു സ്ഥലമാണത്. അപ്പോൾ കോർപ്പറേഷൻ അത് അർഹിക്കുന്ന ഗൗരവത്തോടെ രോഗാതുരമായ ഒരു അന്തരീക്ഷം എന്തുകൊണ്ടാണ് സൃഷ്ടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കേണ്ടതാണ്, അടിയന്തരമായിട്ട് സ്വീകരിക്കേണ്ടതാണ്. ദിവസേന 300ഓളം ബസ്സുകളും 100 കണക്കിന് സ്ത്രീകളും കുട്ടികളും അടക്കമുള്ള യാത്രക്കാരും വന്നു പോകുന്ന ബസ് സ്റ്റാൻഡിന്റെ സ്ഥിതി ദയനീയമാണ്. തലപരിമിതിയിൽ വീർപ്പുമുട്ടുന്ന ബസ് സ്റ്റാൻഡിൽ ഈച്ചശല്യവും ദുർഗന്ധവും കൂടിയായതോടെ യാത്രക്കാർ ദുരിതത്തിലായി. ഇവിടെ നിന്ന് ജലപാനം പോലും ചെയ്യാൻ കഴിയാത്ത വിധം ഈച്ചശല്യം രൂക്ഷമായിട്ടും സമീപത്ത് പ്രവർത്തിക്കുന്ന ഹെൽത്ത് ഇൻസ്പെക്ടറുടെ കാര്യാലയം കണ്ട പാപം പോലും നടിക്കുന്നില്ലെന്നും ആക്ഷേപമുണ്ട്. കോർപ്പറേഷനാണ് പ്രശ്നം പരിഹരിക്കേണ്ടതെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയാണ്. തങ്ങളുടേതല്ലാത്ത കുറ്റം കൊണ്ട് കടയടച്ചിടേണ്ട സ്ഥിതിയിലാണ് വ്യാപാരികൾ. ഇവിടെ ഒരു വൃത്തിഹീനമായ സംവിധാനമാണ് ഇവിടെ നിൽക്കുന്നത്. അതൊന്ന് വൃത്തിയാക്കി നല്ലൊരു നിലവാരത്തിലേക്ക് കൊണ്ടുവരേണ്ടതുണ്ട്. ഇവിടെ പ്രായാധിക്യം ചെന്ന ആൾക്കാരെല്ലാം ഇവിടെ വന്ന് ഇവിടെയാണ് തള്ളപ്പെടുന്നത്. അവരെപ്പോഴും പകൽ വീടെല്ലാം മറ്റെന്തൊക്കെയോ സംവിധാനങ്ങൾ ഉണ്ടെങ്കിൽ കൂടിയിട്ട്
ഇവിടുന്ന് അവരാരും പോകുന്നില്ല. ഈ ഒരു വിഷമസ്ഥിതി ഇവിടെ നിലനിൽക്കുന്നുണ്ട്. അവരൊക്കെ ഒന്ന് നല്ല രീതിയിൽ ഇവിടുന്ന് മാറ്റാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാവേണ്ടതുണ്ട്. ഇവിടെ ഈ വേസ്റ്റ് പ്ലാന്റ് വരുന്നതിന് മുമ്പ് ഇവിടെ അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഇത് വന്നതിന് ശേഷമാണ് ഇപ്പോൾ ഇത് വല്ലാണ്ട് കൂടിയിരിക്കുന്നത്. കടയിൽ ഇതേമാതിരി നോട്ടീസ് കൊടുത്ത് പോയി അവർക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഒന്നും ചെയ്യാൻ കഴിയില്ല. കാരണം ഈച്ചനെ പിടിച്ച് കെട്ടിടാൻ പറ്റുമോ? കോർപ്പറേഷൻ്റെ ഭാഗത്താണ് ഉണ്ടാവേണ്ടത്. ആരോഗ്യവകുപ്പും പറയുന്നത് കോർപ്പറേഷനോട് പറയാനാണ് പറയുന്നത്. നമുക്കത് നല്ല ആവശ്യം. ശക്തൻ സ്റ്റാൻഡ് കേന്ദ്രീകരിച്ച് സാമൂഹിക വിരുദ്ധ ശല്യം രൂക്ഷമാണ്. ഇതിനെതിരെ അധികൃതർ കാര്യക്ഷമമായ നടപടികൾ സ്വീകരിക്കുന്നില്ലെന്നും പരാതിയുണ്ട്. ഇവിടുത്തെ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി കോർപ്പറേഷൻ സെക്രട്ടറിക്കും കളക്ടർക്കും പരാതി നൽകിയെങ്കിലും അധികൃതരുടെ ഭാഗത്തു നിന്ന് നടപടിയെടുക്കാത്തത് ആക്ഷേപത്തിനും ഇടയാക്കിയിട്ടുണ്ട്. JCB കൊടുത്തിട്ട് ക്ലിയർ ചെയ്യും. ആ സമയത്ത് നല്ല ദുർഗന്ധമാണ് പുറത്തേക്ക് വരുന്നത്. ആയതുകൊണ്ട് നമ്മുടെ ഇവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികളൊക്കെ വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ്. പലരും പഠനം നിർത്തിപ്പോകുന്ന സാഹചര്യം നിലവിലുണ്ട്. അതുകൊണ്ട് ഈ പ്രശ്നത്തിന് കോർപ്പറേഷൻ അടിയന്തരമായിട്ടൊരു നടപടി സ്വീകരിക്കണം. താഴത്ത് ഷോപ്പുകളിലൊക്കെ പല ഫുഡ് സേഫ്റ്റി ഇൻസ്പെക്ടർമാരുടെ ഇൻസ്പെക്ഷൻ നടക്കുന്നുണ്ട്. 10,000 രൂപ ഭീമമായ സംഖ്യയാണ് ഒരു ഫൈൻ അടയ്ക്കുന്നത് പറയുന്നത്. ഇതിന് നമ്മുടെ വ്യാപാരികളല്ല ഇതിന് ഉത്തരവാദി, കോർപ്പറേഷനാണ് ഇതിൻ്റെ ഉത്തരവാദി. ആയതുകൊണ്ട് ഇതിന് ഉത്തരവാദിത്വം കോർപ്പറേഷൻ ഏറ്റെടുത്ത് അതിന് ഉചിതമായ നടപടി സ്വീകരിക്കണം എന്നാണ് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നത്. TCV തൃശൂർ. സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം ഇന്ന് അർദ്ധരാത്രി മുതൽ നിലവിൽ വരും. 52 ദിവസം നീണ്ടു നിൽക്കുന്ന ട്രോളിംഗ് നിരോധനം ജൂലൈ 31-ാം തീയതി അർദ്ധരാത്രി അവസാനിക്കും. ട്രോളിംഗ് നിരോധന കാലയളവ് മത്സ്യബന്ധന തൊഴിൽ മേഖലയെ നേരിട്ടും അനുബന്ധ മേഖലകളെ പരോക്ഷമായി ബാധിക്കും. തീരദേശത്തെ പ്രധാന തൊഴിൽ രംഗമാണ് മത്സ്യ സംസ്കരണം ഉൾപ്പെടെയുള്ള വ്യവസായങ്ങൾ. ഐസ് പ്ലാന്റുകളിലെ തൊഴിലാളികൾ, കൈച്ചറുക്ക് തൊഴിലാളികൾ, ഇടനിലക്കാർ, വിതരണക്കാർ, സംസ്കരണ കേന്ദ്രങ്ങളിലെ തൊഴിലാളികൾ തുടങ്ങി വിവിധ മേഖലകളിലുള്ളവരെ ട്രോളിംഗ് നിരോധനം പ്രതികൂലമായി ബാധിക്കും. മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ഇക്കുറി മത്സ്യക്ഷാമം രൂക്ഷമായിരുന്നു. വേനൽ കടുത്ത സാഹചര്യത്തിൽ പല ദിവസങ്ങളിലും യാനങ്ങൾ കടലിലിറങ്ങിയിരുന്നില്ല. തൊഴിൽ ദിനങ്ങൾ കുറഞ്ഞതോടെ തൊഴിലാളികൾ പ്രതിസന്ധിയിലാണ്. അതിനിടയിലാണ് ട്രോളിംഗ് നിരോധനം കടന്നുവരുന്നത്. ചാഴൂർ തെക്കേയാലിന് സമീപം നിയന്ത്രണം വിട്ട കാർ കടയിലേക്ക് ഇടിച്ചു കയറി ഒരാൾ മരിച്ചു, 2 പേർക്ക് പരിക്കേറ്റു. പഴവിൽ സ്വദേശി വേളൂക്കര ഗോപിയാണ് മരിച്ചത്. പെരിങ്ങോട്ടുകര ഭാഗത്തു നിന്നും തൃശൂർ ഭാഗത്തേക്ക് പോകുകയായിരുന്ന കാറാണ് ചാഴൂർ തെക്കേ ആൽ സ്റ്റോപ്പിന് സമീപം വളവിൽ തട്ടുകടയിലേക്ക് ഇടിച്ചു കയറിയത്. ഇടിയുടെ ആഘാതത്തിൽ കടയുടെ മുൻഭാഗം പൂർണ്ണമായും തകർന്നു. 2 ഇരുചക്ര വാഹനങ്ങൾക്കും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. എതിർവശത്തുള്ള ഹോട്ടലിൽ നിന്ന് ചായ കുടിച്ച ശേഷം തട്ടുകടയുടെ മുൻപിൽ പത്രം വായിക്കാൻ വന്നിരുന്നതായിരുന്നു ഗോപി. ഇതിനിടയിലാണ് കാർ പാഞ്ഞു കയറിയത്. ഗോപിയെ നാട്ടുകാർ ചേർന്ന് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മരണം സംഭവിച്ചിരുന്നു. ലോട്ടറി കച്ചവടക്കാരനായ അന്തോണി ശ്രീധരൻ എന്നിവർക്കും പരിക്കേറ്റിട്ടുണ്ട്. ചേലക്കരയിൽ നിയന്ത്രണം വിട്ട കാർ കടയിലേക്ക് ഇടിച്ചു കയറി. വാഴക്കോട് പ്ലാഴി സംസ്ഥാനപാതയിലെ ചേലക്കര ലിസിയു കോളേജിന് സമീപത്തുള്ള ഗ്ലാസ് കടയുടെ മുൻപിലേക്കാണ് നിയന്ത്രണം വിട്ട വാഹനം ഇടിച്ചു കയറിയത്. കോയമ്പത്തൂരിൽ നിന്നുള്ള കുടുംബം സഞ്ചരിച്ചിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത്. കാറിൽ യാത്ര ചെയ്തിരുന്ന 5 പേരിൽ ഒരു സ്ത്രീക്ക് പരിക്കേറ്റു. വലപ്പാട് കോതകുളത്ത് കാറും ബൈക്കും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രക്കാരനായ യുവാവ് മരിച്ചു. നാട്ടിക ബീച്ച് എരണേഴത്ത് 35 വയസ്സുള്ള അജിത്താണ് മരിച്ചത്. കഴിഞ്ഞ ദിവസം രാത്രിയിലായിരുന്നു അപകടം. ചൊവ്വന്നൂർ പാടത്തിന് സമീപം ബസ്സും സ്കൂട്ടറും കൂട്ടിയിടിച്ച് സ്കൂട്ടർ യാത്രികനായ യുവാവ് മരിച്ചു. പന്നിത്തടം നീണ്ടൂർ സ്വദേശി ചെമ്പ്രയൂർ വീട്ടിൽ മൊയ്തീന്റെ മകൻ റസാഖാണ് മരിച്ചത്. എരുമപ്പെട്ടി ഭാഗത്തു നിന്നും കുന്നോളം ഭാഗത്തേക്ക് ബസ്സിന് പുറകിൽ സ്കൂട്ടറിൽ വരികയായിരുന്ന റസാഖ് ബസ്സിനെ മറികടക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് അപകടം സംഭവിച്ചത്. എതിർദിശയിൽ നിന്ന് വരികയായിരുന്ന വാഹനത്തെ കണ്ടു വെട്ടിച്ചതോടെ നിയന്ത്രണം വിട്ട സ്കൂട്ടർ ബസ്സിനടിയിലേക്ക് മറയുകയായിരുന്നു. റസാഖ് സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു. കുന്നോളം പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു. കഥന പൊട്ടിത്തെറിച്ച് പൊള്ളലേറ്റ് ചികിത്സയിലായിരുന്ന വയോധികൻ മരിച്ചു. ഒളരിക്കര ദേവസ്വം ജീവനക്കാരൻ അവണിശ്ശേരി സ്വദേശി 72 വയസ്സുള്ള ഗിരിജനാണ് മരിച്ചത്. ഒളരിക്കര ക്ഷേത്രത്തിൽ ആചാരവെടി പൊട്ടിക്കുന്നതിനിടെ കഴിഞ്ഞ ദിവസമായിരുന്നു അപകടം. കഥന പൊട്ടിക്കുന്നതിനിടെ അബദ്ധത്തിൽ തീ തെറിച്ച് സമീപത്തെ വെടിമരുന്നിന് തീപിടിക്കുകയായിരുന്നു. ഗുരുതര പൊള്ളലേറ്റ് തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയായിരുന്നു മരണം. ചേലക്കരയിൽ കുളത്തിൽ വീണ് യുവാവ് മരിച്ചു. ചേലക്കര പത്തുകുടി പുത്തൻപുരയിൽ ബഷീറിന്റെ മകൻ 20 വയസ്സുള്ള മുഹമ്മദ് ഇസ്മയിൽ ആണ് മുങ്ങി മരിച്ചത്. പരക്കാട് കൃഷി ഫാമിന് സമീപത്തുള്ള കുളത്തിൽ സുഹൃത്തുക്കളുമൊത്ത് കുളിക്കുന്നതിനിടയിലാണ് അപകടം. ചേലക്കര പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു. മൃതദേഹം ചേലക്കര താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി.
അവണശ്ശേരി തിരുവാഞ്ചിറ കുളത്തിൽ കുളിക്കാനിറങ്ങിയ തമിഴ്നാട് സ്വദേശി മുങ്ങി മരിച്ചു. കോയമ്പത്തൂർ സ്വദേശി 24 വയസ്സുള്ള മണികണ്ഠനാണ് മുങ്ങി മരിച്ചത്. ഒല്ലൂരിലെ സെൽവ ഗോൾഡ് കവറിംഗ് കടയിലെ ജീവനക്കാരനാണ് മരിച്ച മണികണ്ഠൻ. കടയിലെ മറ്റ് ജീവനക്കാരോടൊപ്പം വൈകിട്ട് കുളത്തിൽ കുളിക്കാനെത്തിയതായിരുന്നു. തൃശൂരിൽ നിന്ന് ഫയർഫോഴ്സ് എത്തിയാണ് മൃതദേഹം പുറത്തെടുത്തത്. നെടുപുഴ പോലീസ് സ്ഥലത്തെത്തിയിരുന്നു. ഗുരുവായൂർ കാവീട് ക്ഷേത്രവളപ്പിലെ മരം കടപുഴകി വീണു. കാവീട് മന്ദാരം റോഡിൽ മരക്കത്ത് ദേവീക്ഷേത്രവളപ്പിലെ മരമാണ് കഴിഞ്ഞ ദിവസം രാത്രി കടപുഴകി വീണത്. വൈദ്യുതി പോസ്റ്റിലേക്ക് മരം വീണതിനെ തുടർന്ന് വൈദ്യുതി കമ്പികൾ പൊട്ടി വീണു. ക്ഷേത്രത്തിന്റെ സ്ലാബ് മതിലും തകർന്നു. ഫയർഫോഴ്സ് എത്തിയാണ് മരം മുറിച്ചുമാറ്റിയത്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ അഭൂതപൂർവമായ ഭക്തജന തിരക്ക്. വൈശാഖമാസം സമാപിച്ചതിന് ശേഷം കഴിഞ്ഞ ദിവസങ്ങളിൽ തിരക്ക് കുറവായിരുന്നു. എന്നാൽ തുടർച്ചയായ 2 അവധി ദിവസം വന്നതാണ് തിരക്കേറാൻ ഇടയായത്. പുലർച്ചെ നിർമ്മാല്യ ദർശനത്തിനായി നട തുറന്നതു മുതൽ ഭക്തരുടെ നീണ്ട നിരയായിരുന്നു. മണിക്കൂറുകളോളം വരി നിന്നാണ് ഭക്തർ ദർശനം നടത്തിയത്. വരി നിൽക്കാതെ ദർശനം നടത്താൻ നെയ്വിളക്ക് ഷീട്ടാക്കുവാനും തിരക്ക് അനുഭവപ്പെട്ടു. 22,30,020 രൂപയാണ് നെയ്വിളക്ക് വഴിപാടാക്കിയ വകയിൽ ദേവസ്വത്തിന് ലഭിച്ചത്. 70,73,921 രൂപയാണ് വഴിപാടിനത്തിൽ മാത്രം ഞായറാഴ്ചത്തെ വരുമാനം. തിരക്ക് നിയന്ത്രിക്കാൻ ദേവസ്വം കൂടുതൽ ജീവനക്കാരെ വിനിയോഗിച്ചിരുന്നു. 62 വിവാഹങ്ങൾ ക്ഷേത്ര സന്നിധിയിൽ നടന്നു. 764 കുട്ടികൾക്ക് ചോറൂൺ നൽകി. വാടാനപ്പള്ളി ചിലങ്ക സെന്ററിൽ നിന്നും 12.5 കിലോ കഞ്ചാവുമായി യുവാവ് പോലീസിന്റെ പിടിയിലായി. മഹാരാഷ്ട്ര സ്വദേശി സയ്യിദ് ഇർഫാനാണ് അറസ്റ്റിലായത്. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവിക്ക് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് തൃശൂർ റൂറൽ ഡാൻസ് ഓഫ് സംഘം നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി അറസ്റ്റിലായത്. തീരദേശ മേഖലയിലെ അന്യസംസ്ഥാന തൊഴിലാളികളെ ലക്ഷ്യമാക്കിയാണ് ഇയാൾ കഞ്ചാവ് കൊണ്ടുവന്നതെന്ന് പോലീസ് പറഞ്ഞു. കഞ്ചാവ് കൈമാറുന്നതിനായി കാത്തുനിൽക്കുന്ന സമയത്താണ് ഇയാൾ പോലീസിന്റെ പിടിയിലായത്. തൃശൂർ റൂറൽ ജില്ലാ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി മുരളീധരൻ, കൊടുങ്ങല്ലൂർ ഡിവൈഎസ്പി സന്തോഷ് കുമാർ എന്നിവരുടെ നേതൃത്വത്തിൽ വാടാനപ്പള്ളി പോലീസാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. ചേലക്കരയിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ രമ്യ ഹരിദാസിനെ സ്ഥാനാർത്ഥിയാക്കുവാനുള്ള നീക്കത്തിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. രമ്യ ഹരിദാസിനെതിരെ ചേലക്കര LF സ്കൂളിന് മുൻവശത്തുള്ള ബസ് സ്റ്റോപ്പിൽ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടു. ഞങ്ങൾക്ക് ഞങ്ങളെ അറിയുന്ന സ്ഥാനാർത്ഥി മതി, ചേലക്കരയിൽ നിന്ന് ഒരു വരുത്തി വേണ്ട എന്നാണ് പോസ്റ്ററിൽ എഴുതിയിട്ടുള്ളത്. സേവ് കോൺഗ്രസിന്റെ പേരിലാണ് പോസ്റ്ററുകൾ പതിച്ചിട്ടുള്ളത്. ഇരിങ്ങാലക്കുട കണ്ഠേശ്വരം ശിവക്ഷേത്രത്തിൽ മോഷണം. പുലർച്ചെ ക്ഷേത്രത്തിലെത്തിയ മേൽശാന്തിയാണ് നടപ്പുരയിലുള്ള ഭണ്ഡാരത്തിന്റെ പൂട്ട് പൊളിച്ച നിലയിൽ കണ്ടെത്തിയത്. ക്ഷേത്രം അധികൃതർ വിവരമറിയിച്ചതിനെ തുടർന്ന് പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. CCTV ക്യാമറയിൽ നിന്ന് ലഭിച്ച ദൃശ്യങ്ങളിൽ നിന്ന് രാത്രി 12 മണിയോടെ മോഷ്ടാവ് ആയുധവുമായി എത്തിയതെന്ന് വ്യക്തമായിട്ടുണ്ട്. കഴിഞ്ഞ വർഷവും സമാനമായ രീതിയിൽ ക്ഷേത്രത്തിൽ മോഷണം നടന്നിരുന്നു. നിരവധി ക്രിമിനൽ കേസുകളിൽപ്പെട്ട പ്രതിക്കെതിരെ കാപ്പ ചുമത്തി. തെക്കങ്കര സ്വദേശി കരുവാപ്പാടം വീട്ടിൽ സുജിത്തിനെതിരെയാണ് കാപ്പ ചുമത്തിയത്. ഡിവൈഎഫ്ഐ ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച ഓൾ കേരള യൂത്ത് ചെസ് ടൂർണമെന്റ് തൃശൂരിൽ നടന്നു. VKN മേനോൻ ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടന്ന ടൂർണമെന്റ് CPM ജില്ലാ സെക്രട്ടറി MM വർഗീസ് ഉദ്ഘാടനം ചെയ്തു. സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് KR സാംബശിവൻ അധ്യക്ഷത വഹിച്ചു. ചെസ് ഒളിമ്പ്യൻ NR അനിൽകുമാർ, VP ശരത് പ്രസാദ്, KS സെന്തിൽകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. പ്രീ പ്രൈമറി യുഗത്തിലും മികവിന്റെ കേന്ദ്രമായി തുടരുകയാണ് അമ്പിളി അങ്കണവാടി. അങ്കണവാടികളൊക്കെ കോമഡിയല്ലേ ചേട്ടാ എന്നാക്ഷേപിക്കുന്നവർക്കുള്ള മികച്ച മറുപടി കൂടിയാണ് ഇത്. 10-ൽ കൂടുതൽ കുരുന്നുകൾ പ്രവേശനത്തിനെത്താത്ത സമീപകാല വർഷങ്ങളിൽ എന്നതാണ് പോർക്കുളം പഞ്ചായത്തിലെ കൊങ്ങണൂരിൽ പ്രവർത്തിക്കുന്ന അമ്പിളി മഹിളാ സമാജം അങ്കണവാടിയെ വ്യത്യസ്തമാക്കുന്നത്. ചെറിയ പ്രദേശത്തെ പ്രതിനിധാനം ചെയ്യുമ്പോഴും ബ്ലോക്കിലെ തന്നെ ഏറ്റവും കൂടുതൽ കുരുന്നുകളെത്തുന്ന അങ്കണവാടികളിലൊന്നാണിത്. 35 കുട്ടികൾ വരെ ഇവിടെ ഒരേ സമയം അധ്യയനത്തിനെത്തിയിരുന്നു. മികവിന്റെ കേന്ദ്രമായി തുടരുമ്പോഴും വാടക കെട്ടിടത്തിലാണ് പ്രവർത്തിച്ചിരുന്നതെന്ന പോരായ്മ കഴിഞ്ഞ വർഷം പഞ്ചായത്തിന്റെ ഇടപെടലിൽ അവസാനിച്ചു. 20 ലക്ഷം രൂപ മുടക്കി 1100 സ്ക്വയർ ഫീറ്റ് കെട്ടിടമാണ് അങ്കണവാടിക്ക് നിർമ്മിച്ചു നൽകിയത്. പ്രദേശവാസികളുടെ കൂടി സഹകരണത്തോടെ ചിത്രങ്ങളും അക്ഷരങ്ങളും അക്കങ്ങളും കൊണ്ട് കെട്ടിടം മനോഹരമാക്കുക കൂടി ചെയ്തതോടെ അടുത്ത പ്രദേശങ്ങളിൽ നിന്നുള്ളവർ കൂടി ഇവിടേക്ക് എത്തിത്തുടങ്ങി. അങ്കണവാടി വർക്കർമാരായ ഷീജ ജോജിയും പത്മിനി അശോകനും കുരുന്നുകളുടെ കളിക്കൂട്ടുകാരാകുന്നു. കഴിഞ്ഞ ദിവസം നടന്ന പ്രവേശനോത്സവത്തിൽ 13 കുട്ടികളാണ് അങ്കണവാടിയിൽ പുതുതായി എത്തിയത്. നവംബറിലെ അടുത്ത ഘട്ടത്തിൽ 9 കുട്ടികൾ കൂടി പ്രവേശനം കാത്തിരിക്കുന്നുണ്ട്.
പ്രവേശനോത്സവത്തിന്റെ ഭാഗമായി സ്കൂളിലേക്ക് പ്രവേശനം നേടിപ്പോകുന്നവരടക്കം 40 കുട്ടികൾക്ക് വിവിധ ക്ലബ്ബുകളുടെ സഹകരണത്തോടെ പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അഖില മുകേഷ് വിതരണോദ്ഘാടനം നിർവഹിച്ചു. മുൻ DDE മെജോ ബ്രൈറ്റ്, ലാസർ മണലിൽ, ഷീജ ജോജി, VS ഷനിൽ, K വിനീത് എന്നിവർ സംസാരിച്ചു. TCV കുന്നംകുളം. മൂന്നാം മോദി സർക്കാരിന്റെ സത്യപ്രതിജ്ഞ ചടങ്ങിനോടനുബന്ധിച്ച് BJP മുണ്ടത്തിക്കോട് ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആഹ്ലാദ പ്രകടനം നടത്തി. BJP മണ്ഡലം പ്രസിഡന്റ് നിത്യാസാഗർ, സെക്രട്ടറി ബിനീഷ് KR, ട്രഷറർ EM രാമപ്രസാദ്, ഏരിയ പ്രസിഡന്റ് KK രഞ്ജിത്ത്, ജനറൽ സെക്രട്ടറി ശശികുമാർ, കൃഷ്ണകുമാർ, അനിൽകുമാർ എന്നിവർ നേതൃത്വം നൽകി. തൃശൂർ MP സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുന്നതിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച് വടൂക്കരയിൽ ആഹ്ലാദ പ്രകടനം നടന്നു. BJP പ്രവർത്തകരുടെ നേതൃത്വത്തിലാണ് വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ ആഹ്ലാദ പ്രകടനം നടന്നത്. സ്വാതന്ത്ര്യ സമര സേനാനി ഇക്കണ്ട വാര്യർ സ്മാരക സമിതിയുടെ ആഭിമുഖ്യത്തിൽ ഇക്കണ്ട വാര്യർ അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചു. എടക്കുന്നിയിൽ നടന്ന അനുസ്മരണ സമ്മേളനം ഗാന്ധി ദർശൻ വർക്കിംഗ് ചെയർമാൻ PK രാജൻ ഉദ്ഘാടനം ചെയ്തു. ഗാന്ധി പീസ് ഫൗണ്ടേഷൻ വൈസ് ചെയർമാൻ N രാജഗോപാലൻ അധ്യക്ഷത വഹിച്ചു. സർവോദയ ദർശൻ ചെയർമാൻ M പീതാംബരൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. VV സതീശൻ, AC സുരേഷ്, KV ഉണ്ണികൃഷ്ണൻ വാര്യർ, PS സുകുമാരൻ, E ലക്ഷ്മി മുരളി തുടങ്ങിയവർ സംസാരിച്ചു. തൃശൂർ പൂരം പ്രതിസന്ധി വസ്തുത അന്വേഷണ സമിതിയുടെ പ്രഥമ സിറ്റിംഗ് തൃശൂരിൽ നടന്നു. സമിതി അംഗങ്ങളായ റിട്ടയർഡ് ജസ്റ്റിസ് PN രവീന്ദ്രൻ, റിട്ടയർഡ് IAS ഓഫീസർ P വേണുഗോപാൽ, റിട്ടയർഡ് IPS ഉദ്യോഗസ്ഥൻ KN ബാൽ, ഡോക്ടർ M ലക്ഷ്മി കുമാരി എന്നിവരുടെ നേതൃത്വത്തിലാണ് സിറ്റിംഗ് നടന്നത്. പാറമേക്കാവ് ദേവസ്വം സെക്രട്ടറി രാജേഷ് പൊതുവാൾ, തിരുവമ്പാടി ദേവസ്വം പ്രസിഡന്റ് ഡോക്ടർ TA സുന്ദർമേനോൻ, സെക്രട്ടറി K ഗിരീഷ് കുമാർ, ജോയിന്റ് സെക്രട്ടറി ശശികുമാർ, കൊച്ചിൻ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് MA കൃഷ്ണനുണ്ണി, എലിഫന്റ് ഓണേഴ്സ് ഫെഡറേഷൻ സെക്രട്ടറി K മഹേഷ്, എക്സ്പ്ലോസീവ് റിട്ടയർഡ് സീനിയർ ഓഫീസർ സുരേന്ദ്രനാഥ്, പാറമേക്കാവ് ദേവസ്വം ഭരണസമിതി അംഗം ശ്രീവത്സൻ എന്നിവർ മൊഴി നൽകുകയും രേഖകൾ ഹാജരാക്കുകയും ചെയ്തു. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ വിജയിച്ച ആലത്തൂർ ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥിയും നിയുക്ത MP K രാധാകൃഷ്ണനും കടങ്ങോട് സ്വീകരണം നൽകി. കടങ്ങോട് മില്ല് സെന്ററിൽ നടന്ന സ്വീകരണ യോഗത്തിൽ LDF നേതാക്കളും പ്രവർത്തകരും പങ്കെടുത്തു. CPM വടക്കാഞ്ചേരി ഏരിയ അംഗം PS പ്രസാദ്, ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി UV ഗിരീഷ്, CPI ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി TP ജോസഫ്, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ KK മണി, ജോൺസൺ, PE ബാബു, സൗമ്യ സുരേഷ് തുടങ്ങിയവർ ഹാരാർപ്പണം നടത്തി. സേവ്യർ ചിറ്റലപ്പള്ളി MLA M ബാലാജി, MN സത്യൻ, KD ബാഹുലയൻ, KM അഷ്റഫ് തുടങ്ങിയവർ സ്ഥാനാർത്ഥിക്കൊപ്പം ഉണ്ടായിരുന്നു. പൂമല ഡാമിലെ ജലനിരപ്പ് 27 അടി 6 ഇഞ്ചായി ഉയർന്ന സാഹചര്യത്തിൽ ഷട്ടറുകൾ തുറക്കുന്നതിന് മുൻപുള്ള ഒന്നാംഘട്ട മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചു. 29 അടിയാണ് ഡാമിന്റെ പരമാവധി ജലനിരപ്പ്. ഷട്ടറുകൾ ഏത് സമയത്തും തുറക്കാമെന്നതിനാൽ മലവായ തോടിന്റെ ഇരുവശങ്ങളിലും താമസിക്കുന്നവർ ജാഗ്രത പുലർത്തണമെന്ന് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചിട്ടുണ്ട്. കേരള കലാമണ്ഡലം കൽപ്പിത സർവകലാശാലയിൽ പ്രതിമാസ കഥകളി അവതരണത്തിന് തുടക്കമായി. വള്ളത്തോൾ നഗർ പഞ്ചായത്ത് പ്രസിഡന്റ് ഷെയ്ഖ് അബ്ദുൽ ഖാദർ ഉദ്ഘാടനം ചെയ്തു. നിള ക്യാമ്പസിൽ നടന്ന ചടങ്ങിൽ മല്ലൻ വേഷമാണ് അവതരിപ്പിക്കപ്പെട്ടത്. കലാമണ്ഡലം ഹരി R നായർ, കലാമണ്ഡലം തുളസികുമാർ, കലാമണ്ഡലം ഹരീഷ് മാരാർ, കലാമണ്ഡലം ശ്രീരാജ്, സദനം ശിവദാസ്, സദനം ശ്രീജിത്ത്, കലാമണ്ഡലം ഹരിഹരൻ, കലാമണ്ഡലം വിഷ്ണു അരുൺ, രമേശ് സോഹൻ എന്നിവരും കഥകളി അവതരണത്തിൽ പങ്കെടുത്തു. ജില്ലാ പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ ചാലക്കുടി വിദ്യാഭ്യാസ ഉപജില്ലയിലെ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. സനീഷ് കുമാർ ജോസഫ് MLA പുരസ്കാര വിതരണം ഉദ്ഘാടനം ചെയ്തു. ചാലക്കുടി കാർമൽ സ്കൂളിൽ നടന്ന ചടങ്ങിൽ ചാലക്കുടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വേണു കണ്ഠരമഠത്തിൽ അധ്യക്ഷത വഹിച്ചു. നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ആലീസ് ഷിബു, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ MS സുനിത, അഡ്വക്കേറ്റ് ആതിര ദേവരാജൻ, PC ബിജു, മായ ശിവദാസ്, KP ജെയിംസ്, VB അശ്വതി തുടങ്ങിയവർ സംസാരിച്ചു. SSLC +2 പരീക്ഷയിൽ ഇരിങ്ങാലക്കുടയിൽ 100 മേനി വിജയം കൈവരിച്ച വിദ്യാലയങ്ങളെയും മുഴുവൻ വിഷയങ്ങളിലും A+ നേടിയ വിദ്യാർത്ഥികളെയും പുരസ്കാരം നൽകി ആദരിച്ചു. ISRO മുൻ ചെയർമാൻ ഡോക്ടർ K രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. മന്ത്രി ഡോക്ടർ R ബിന്ദു അധ്യക്ഷയായിരുന്നു. ജില്ലാ പഞ്ചായത്ത് മാള ഉപജില്ലാ വിദ്യാഭ്യാസ അവാർഡ് വിതരണം നടത്തി. VR സുനിൽകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാരായ രേഖ, ഷാൻഡി,
വേണു കണ്ഠരുമഠത്തിൽ, ഡെയ്സി തോമസ്, ബിന്ദു ബാബു, PV വിനോദ്, റോമി ബേബി തുടങ്ങിയവർ സംസാരിച്ചു. വീണ്ടും പ്രധാന വാർത്തകൾ. मैं नरेंद्र दामोदर दास मोदी ईश्वर की शपथ लेता हूं कि मैं विधि द्वारा स्थापित भारत के संविधान के प्रति सच्ची श्रद्धा और निष्ठा रखूंगा. മൂന്നാം നരേന്ദ്രമോദി സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. കേരളത്തിൽ നിന്ന് സുരേഷ് ഗോപിയും ജോർജ് കുര്യനും കേന്ദ്ര സഹമന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്തു. സുരേഷ് ഗോപിയുടെ സത്യപ്രതിജ്ഞ ചടങ്ങ് ആഘോഷമാക്കി ജില്ലയിലെ BJP പ്രവർത്തകർ. I, Suresh Gopi, do swear in the name of God that I will bear true faith and allegiance to the Constitution of India as by law established. തൃശൂർ ശക്തൻ നഗറിലെ ശക്തൻ തമ്പുരാന്റെ പ്രതിമ KSRTC ബസ്സിടിച്ച് തകർന്നു. അപകടത്തിൽ 3 പേർക്ക് പരിക്ക്. അപകടത്തിൽ തകർന്ന ശക്തൻ തമ്പുരാന്റെ പ്രതിമ എത്രയും വേഗം പുനഃസ്ഥാപിക്കുമെന്ന് റവന്യൂ മന്ത്രി K. രാജൻ. തൃശൂർ DCC ഓഫീസിലെ കൂട്ടത്തല്ലിൽ നടപടി. DCC പ്രസിഡന്റ് ജോസ് വള്ളൂരിനോടും UDF ജില്ലാ ചെയർമാൻ MP വിൻസെന്റിനോടും രാജിവെക്കാൻ നിർദ്ദേശം. പാലക്കാട് MP VK ശ്രീകണ്ഠന് DCC പ്രസിഡന്റിന്റെ താൽക്കാലിക ചുമതല. തൃശൂർ ശക്തനഗറിലെ കോർപ്പറേഷന്റെ ജൈവവള നിർമ്മാണ യൂണിറ്റ് വ്യാപാരികൾക്കും യാത്രക്കാർക്കും ദുരിതമായി. ഈച്ചശല്യവും ദുർഗന്ധവും രൂക്ഷം. സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം ഇന്ന് അർദ്ധരാത്രി മുതൽ നിലവിൽ വരും. 52 ദിവസം നിലനിൽക്കുന്ന ട്രോളിംഗ് നിരോധനം ജൂലൈ 31-ാം തീയതി അവസാനിക്കും. ജില്ലയിൽ വ്യത്യസ്ത വാഹനാപകടങ്ങളിൽ 3 മരണം. ചാഴൂർ തെക്കേയാലിന് സമീപം നിയന്ത്രണം വിട്ട കാർ തട്ടുകടയിലേക്ക് ഇടിച്ചുകയറി ഒരാൾ മരിച്ചു. വലപ്പാട് കോതുകുളത്ത് കാറും ബൈക്കും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രികനായ യുവാവും, ചൊവ്വന്നൂർ പാടത്തിന് സമീപം ബസ്സും സ്കൂട്ടറും കൂട്ടിയിടിച്ച് സ്കൂട്ടർ യാത്രികനായ യുവാവും മരിച്ചു. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.